ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 50-ാമത്തെ ശ്ലോകം. ബുദ്ധിയുക്തോ ജഹാദേഹ ഉഭേ സുകൃതദുഷ്കൃതി തസ്മാദ് യോഗായുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. സമബുദ്ധിയുള്ളവൻ പുണ്യത്തെയും പാപത്തെയും ഈ ജന്മത്തിൽ തന്നെ വിട്ടുകളയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മയോഗത്തിനായി നീ ഒരുങ്ങുക. കർമാനുഷ്ഠാനത്തിനുള്ള ചതുരത തന്നെയാണ് യോഗം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിനഃ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. സമബുദ്ധികളായ പണ്ഡിതന്മാർ കർമ്മത്തിൽ നിന്നുള്ള ഫലത്തെ പരിത്യജിച്ച് ജന്മബന്ധത്തിൽ നിന്ന് മുക്തന്മാരായി ആദിവ്യാധിഹീനമായ പദത്തെ പ്രാപിക്കുന്നു. യഥാദി മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. നിന്റെ ബുദ്ധി ദേഹാഭിമാന ദോഷത്തെ എപ്പോൾ കടന്നു പോകുന്നുവോ അപ്പോൾ കാമ്യകർമ്മങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളതിലും ഇനി കേൾക്കാവുന്നതിലും നിനക്ക് വൈരാഗ്യമുണ്ടാവും. ശ്രുതി പ്രതിപന്നാതെ യഥാസ്ത്യാസ്യതി നിശ്ചലാം സമാധാവചലാ ബുദ്ധി സദാ യോഗമവാപ്സ്യസി. പലതരം കേൾവികളാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന നിന്റെ ബുദ്ധി നിശ്ചലമായും സ്ഥിരമായും നിൽക്കുമ്പോൾ നീ യോഗത്തെ പ്രാപിക്കും. അർജുനൻ പറയുന്നു, സ്ഥിതിപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതദേഹിം പ്രഭാഷ്യതേ കിമാസീത പ്രചേത കിം. അല്ലയോ കൃഷ്ണ, ഏകാഗ്രചിത്തനായ ദൃഢബുദ്ധിമാന്റെ ലക്ഷണം എന്താണ്? ആ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ നടക്കുന്നു? കൃഷ്ണൻ പറയുന്നു, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടാഃ സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. അർജുന, മനോധർമ്മങ്ങളായ കാമസങ്കല്പങ്ങളെയെല്ലാം കൈവിട്ട് ആത്മാവിൽ തന്നെ ആത്മാവിനാൽ സന്തുഷ്ടനായിരിക്കുന്നവൻ സ്ഥിതപ്രജ്ഞനാണ്. ദുഃഖേഷു നിദഗ്ധമനഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധഃ സ്ഥിതസ്ഥിതിർമുനിരുച്യതേ. ദുഃഖങ്ങളിൽ മനസ്സിലാകാതെയും സുഖങ്ങളിൽ ആഗ്രഹം ചേരാതെയും രാഗമോ ക്രോധമോ ഭയമോ ബാധിക്കാതെയും ഇരിക്കുന്ന മുനി സ്ഥിതപ്രജ്ഞനാണ്. യഹ സർവത്രാപി സ്നേഹസ്തത്ര പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എല്ലായിടത്തും എല്ലാവരിലും സ്നേഹമില്ലാത്തവനാരോ, ശുഭത്തെയും അശുഭത്തെയും അഭിനന്ദിക്കാതെയും ദേഷിക്കാതെയും ഇരിക്കുന്നവനാരോ, അവന്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ്. യഥാ സംഹരതേ ചായം കൂർമാങ്കാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യം തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആമ തൻ്റെ അംഗങ്ങളെ എന്ന പോലെ ഇന്ദ്രിയങ്ങളെയെല്ലാം ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നവന്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ്. വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്യം രസോപ്യസ്യാം പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാനുഭവമില്ലാത്ത ദേഹാഭിമാനിയിൽ നിന്ന് വിഷയങ്ങൾ പിന്മാറുന്നുണ്ടെങ്കിലും അവയിൽ അവനുള്ള ആശ വിട്ടുപോകുന്നില്ല. സ്ഥിതപ്രജ്ഞൻ പരമതത്വത്തെ ഗ്രഹിച്ച് ഇവയിൽ നിന്നുകൂടിയും പിന്മാറുന്നു. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. അർജുന, പ്രയത്നശീലനായ വിവേകിയുടെ മനസ്സിനെ കൂടിയും പ്രക്ഷോഭകങ്ങളായ ഇന്ദ്രിയങ്ങൾ ശക്തിയോടുകൂടി പിടിച്ചു വലിക്കുന്നു. താനി സർവാണി സംയമ്യ യുക്ത ആസീത മൽപരഃ വശേഹി യസ്യേന്ദ്രാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആ ഇന്ദ്രിയങ്ങളെയെല്ലാം കീഴടക്കി ഏകാഗ്ര മനസ്സോടുകൂടി എന്നെ തന്നെ ശ്രേഷ്ഠമായി കരുതണം. ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവന്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാൽ സഞ്ജായതേ കാമഃ കാമാൽ ക്രോധോപി ജായതേ ക്രോധാൽ ഭവതി സമ്മോഹഃ സമ്മോഹാൽ സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. വിഷയങ്ങളെപ്പറ്റി തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവന് അവയിൽ ബന്ധമുണ്ടാകുന്നു. ആ ബന്ധത്തിൽ നിന്ന് കാമമുണ്ടാകുന്നു. കാമത്തിൽ നിന്ന് ക്രോധം ജനിക്കുന്നു. ക്രോധത്തിൽ നിന്നും മോഹവും, മോഹത്തിൽ നിന്ന് ഓർമ്മക്കേടും, ഓർമ്മയില്ലായ്മയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ആ ബുദ്ധിനാശത്താൽ അവൻ നശിക്കുകയും ചെയ്യുന്നു.